ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചാർട്ട് പേപ്പറിൻ്റെ ചെറിയൊരു പീസാണ് കേട്ടോ. അത് ഇതുപോലെ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഈ നഖം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ വീതിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കർവിങ്ങൊക്കെ ശരിക്ക് നമ്മൾ ഷേപ്പാക്കി എടുക്കുക കേട്ടോ ആ ഒരു പേപ്പറിന്മേൽ. അപ്പോഴാണ് നമുക്കത് വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാബ്രിക് ഗ്ലൂവോ ഫെവിക്കോളോ ഏത് വൈറ്റ് ഗ്ലൂവും നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നഖത്തിന് വലിയൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ നല്ല രീതിക്ക് ഇത് സ്റ്റിക്കായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പേപ്പർ നമ്മുടെ ലെങ്ത്തിന് നെയിലിന് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരേ സൈസിൽ രണ്ടെണ്ണം വേണം ഓരോ നഖത്തിലും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. ഇത് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക. ഡ്രൈ ആയതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴേ 2 ലെയർ മാത്രം യൂസ് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ബെനിഫിറ്റ് കേട്ടോ. ഇപ്പോൾ ഈ ഫെവിക്കോൾ കുറച്ച് നേരം ഓപ്പൺ ആക്കി ഇട്ടതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു എന്താ പറയുക ഡ്രൈ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് എൻ്റെ ബോട്ടിൽ ഫെവിക്കോളിൻ്റെ ബോട്ടിൽ കേട്ടോ. അപ്പോൾ തുറന്നിടാതിരിക്കുക എപ്പോഴും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ ഒരു നൈലിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ആദ്യം തന്നെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചാർട്ടാണല്ലോ, ചാർട്ട് 2 ലെയറൊക്കെ വരുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് തന്നെയാണ്. പെട്ടെന്ന് നോക്കിയാൽ എന്താ പറയുക, ഇത് നമ്മുടെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഫേക്ക് നെയിലാണെന്നൊന്നും തോന്നില്ല. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിക്ക് തന്നെ ഷേപ്പിൽ തന്നെ ചെയ്തെടുത്താൽ നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് പെട്ടെന്നൊന്നും എന്താ പറയുക ഇളകി പോകുന്നൊന്നുമില്ല, നല്ല സ്ട്രോങ് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് വരണം എന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടി ഒട്ടിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇത് നല്ല സ്ട്രോങ് തന്നെയാണ്. എൻ്റെ ഇതിപ്പോൾ ശരിക്കും അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ ഫിംഗർമണും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്താ പറയുക നമ്മുടെ നെയിലുമ്മൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ നമ്മൾ മറ്റേതുണ്ടല്ലോ ഫാസ്റ്റായിട്ട് ഒട്ടുന്ന ആ ഒരു സംഭവം, ഗ്ലൂ ഗണ്ണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. നെയിൽ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഭയങ്കര ലെങ്ത്തായി പോയി. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊന്നും ശരിക്ക് നമുക്ക് ലെങ്ത്തൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവാൻ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, ഒരുപാട് ടൈം എന്നല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 5 ഫിംഗേഴ്സും ഇതുപോലെ തന്നെയാണ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫേക്ക് നെയിൽസ് വെച്ചിട്ട് ഒരുപാട് ഡിസൈൻസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്തത് കുറച്ച് വീതി കൂടിയിട്ടുണ്ട്, അത്രയൊന്നും വീതിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഷേപ്പിനൊക്കെ അനുസരിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം ഒട്ടിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ലെങ്ത് ആയിട്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഇത്രയും ലെങ്ത്ത് നെയിൽസ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് പല മെത്തേഡിലത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പല ആൾക്കാരും ഫാൻസിയിലൊക്കെ പോയിട്ട് ഇതൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. നല്ല ഡ്രൈ ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും, നല്ല വൃത്തിക്ക് തന്നെ. ഇനി നമുക്കത് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെ ഒന്നും ആവാതെ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്.
ഞാൻ നെയിൽ പോളിഷൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്. ചിലപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രമേ നെയിൽ പോളിഷ് യൂസ് ചെയ്യും. നമുക്കത് പറ്റില്ല, അലൗഡ് അല്ല നമ്മൾ നിസ്കരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു റെഡ് കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ നെയിൽ പോളിഷൊക്കെ വാങ്ങേണ്ടി വരും. കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. നമുക്ക് ഇത് പല കുട്ടികൾക്കും യൂസ്ഫുള്ളാകും. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നെയിൽ എൻ്റെത് കുറച്ച് ഭയങ്കര വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള വലുപ്പത്തിനാക്കി കൊടുക്കുക. പിന്നെ ഞാനിതിൻ്റെ താഴ്ഭാഗത്തും നമ്മുടെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെള്ളമൊക്കെ തട്ടുമ്പോഴേ പെട്ടെന്ന് ഡാമേജ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ ആയി വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് പെട്ടെന്നൊന്നും ഡാമേജ് ആവുന്നില്ല കേട്ടോ. ഷുവറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് വളരെ വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ടൈം എടുത്തോടെ ചെയ്യുക. കാരണം ഞാനിത് 4ാമത്തെ വർക്കാണെന്ന് ചെയ്യുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇത് കുട്ടികളെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് അപ്പോൾ നമ്മൾ അവരെ പരിഗണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഡിസൈനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ചില വീഡിയോസിലൊക്കെ നെയിൽ പോളിഷ് യൂസ് ചെയ്യാറുണ്ട്. വെറുതെ വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ റിമൂവറും കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്യാറ്, ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അത് പെട്ടെന്ന് ഡാമേജ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അത് ഭയങ്കര ലെങ്ത് ആയിട്ടാണ്, എനിക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതങ്ങനെ നിന്നോട്ടെ. ഇനി നമുക്ക് ഈ നെയിൽ പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതങ്ങനെ പെട്ടെന്നൊന്നും റിമൂവ് ആക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം തട്ടിയാലോ കൈ നനഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ അത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 5 മിനിറ്റോളം ഈ വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അത് നല്ലൊരു സംഭവമാണ്. നമുക്കിത് യൂസ് അല്ലെങ്കിൽ കൂടി ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുള്ളാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോളം ഇത് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും നമ്മുടെ കോൺടെസ്റ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. ചില ആൾക്കാർ വന്നിട്ട് വെറുതെ കമൻ്റ് ഇടുന്നവരുണ്ട്. അത് നമുക്ക് സ്പാമിലേക്കാണ് അത് പോവുക. അത് നമുക്ക് നോക്കിയാൽ അറിയാം ആ കുട്ടി എത്രത്തോളം വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് നിങ്ങളിത് ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റോളം ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഈസി ആയിട്ട് തന്നെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് ഒരു പാർട്ടിക്കോ ഇതിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും.